ഹലോ, വെൽക്കം ബാക്ക് ടു എസ് ഹബ് മലയാളം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാപ്പിനെ കുറിച്ചും വിവിധ തരത്തിലുള്ള മാപ്പുകളെ കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് എ മാപ്പ് അഥവാ ഒരു മാപ്പിന്റെ പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ്. അതായത് ഒരു മാപ്പ് ശരിയായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ് അഥവാ ദൂരം, സെക്കൻഡ് വൺ ഡയറക്ഷൻ അഥവാ ദിശ, തേർഡ് വൺ സിംബൽസ് അഥവാ ചിഹ്നങ്ങൾ. ഓക്കെ, പ്രധാനമായും 3 കമ്പോണൻസ് ആണുള്ളത്: ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് സിംബൽസ്. ഓക്കെ, അപ്പോൾ ഈ 3 ഘടകങ്ങൾ എങ്ങനെയാണ് ഈ മാപ്പിനെ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നതെന്ന് നമുക്ക് ഓരോന്നായി പഠിക്കാം. മാപ്പിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ആണ് ഡിസ്റ്റൻസ് അഥവാ ദൂരം. ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം പറയാറുണ്ടല്ലേ? ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 5 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് 20 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ? സോ അതുപോലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലത്തെയാണ് ഡിസ്റ്റൻസ് അഥവാ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡിസ്റ്റൻസ്? 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലത്തെയാണ് ഡിസ്റ്റൻസ് അഥവാ ദൂരം എന്ന് പറയുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഭൂമിയിലെ യഥാർത്ഥ ദൂരം അതുപോലെ ഒരു മാപ്പിൽ കാണിക്കാൻ കഴിയുമോ? ഇല്ല അല്ലെ? ഉദാഹരണത്തിന്, ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് 20 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് കരുതുക. ഓക്കെ, ആ 20 കിലോമീറ്റർ അതേ അളവിൽ ഒരു പേപ്പറിൽ വരയ്ക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ? ഭൂമി വളരെ വലുതാണ് അല്ലെ? എന്നാൽ മാപ്പ് നമ്മൾ ചെറിയൊരു പേപ്പറിലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിലെ യഥാർത്ഥ ദൂരം അതുപോലെ തന്നെ മാപ്പിൽ കാണിക്കാൻ നമുക്ക് സാധ്യമല്ല. സോ ദൂരം ചെറുതാക്കിയാണ് നമ്മൾ മാപ്പിൽ കാണിക്കുന്നത്. ഓക്കെ, ഈ ദൂരം മാപ്പിൽ കാണിക്കുന്നത് എന്തുപയോഗിച്ചാണെന്ന് അറിയാമോ? സ്കെയിൽ ഉപയോഗിച്ചാണ്. ഓക്കെ, സ്കെയിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഡിസ്റ്റൻസ് മാപ്പിൽ കാണിക്കുന്നത്. ഇനി സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാപ്പിൽ ദൂരം അഥവാ ഡിസ്റ്റൻസ് എങ്ങനെ കാണിക്കുന്നുവെന്ന് നോക്കാം. ഇത് നോക്കിക്കേ, ഇത് കേരളത്തിന്റെ ഒരു മാപ്പാണ്. ഈ മാപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കാണിച്ചിരിക്കുന്നതാണ് സ്കെയിൽ. നിങ്ങൾക്ക് കാണാമോ? 0 മുതൽ 100 കിലോമീറ്റർ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാമോ ഇത്? ഇവിടെ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 25 കിലോമീറ്റർ എന്നാണ് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നതെന്ന് അറിയാമോ? ഇതിന്റെ അർത്ഥം ഒരു മാപ്പിൽ 1 സെന്റിമീറ്റർ എന്നത് യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ്? 25 കിലോമീറ്റർ ആണ്. ഓക്കെ, മാപ്പിൽ 1 സെന്റിമീറ്റർ എന്നത് യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ്? 25 കിലോമീറ്റർ ആണ്. ഉദാഹരണത്തിന് കരുതുക. ഓക്കെ, തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള ദൂരം 2 സെന്റിമീറ്റർ ആണ് മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ യഥാർത്ഥ ദൂരം എത്രയായിരിക്കും? മാപ്പിൽ 2 സെന്റിമീറ്റർ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ദൂരം എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ എന്നത് 25 കിലോമീറ്റർ. 2 സെന്റിമീറ്റർ ആകുമ്പോൾ എത്ര കിലോമീറ്റർ ആയി? 50 കിലോമീറ്റർ അല്ലേ?
അതായത് മാപ്പിൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ 2 സെന്റിമീറ്റർ മാത്രമാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആ ദൂരം ഏകദേശം 50 കിലോമീറ്റർ ആണ്, അല്ലെ? സോ സ്കെയിൽ ഉപയോഗിച്ച് മാപ്പിലെ ചെറിയ അളവിൽ നിന്ന് യഥാർത്ഥ ദൂരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ ആണോ? ഇനി മാപ്പിന്റെ രണ്ടാമത്തെ ഘടകമായ ഡയറക്ഷൻ അഥവാ ദിശ എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ സ്ഥലത്തേക്കുള്ള ദൂരം മാത്രം അറിഞ്ഞാൽ മതിയോ? അല്ല, ആ സ്ഥലം ഏത് ദിശയിലാണെന്ന് അറിയണം, അല്ലേ? ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 5 കിലോമീറ്റർ ദൂരമുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? പോരല്ലേ? സ്കൂൾ നോർത്തിലാണോ, അതല്ലെങ്കിൽ സൗത്തിലാണോ, ഈസ്റ്റിലാണോ, വെസ്റ്റിലാണോ എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മൾ ശരിയായ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുക. ഓക്കെ, അതുകൊണ്ടാണ് മാപ്പിന്റെ രണ്ടാമത്തെ പ്രധാന ഘടകമായി ഡയറക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും 4 ദിശകളാണ് ഒരു മാപ്പിൽ കാണിക്കുന്നത്. അവയാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഓക്കെ, മുകളിലേക്കുള്ളത് നോർത്ത് ഡയറക്ഷൻ ആണ്, ലെറ്റർ N. താഴേക്കുള്ളത് സൗത്ത് ഡയറക്ഷൻ. റൈറ്റ് സൈഡിലേക്കുള്ളത് ഈസ്റ്റ് ഡയറക്ഷനും ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് വെസ്റ്റ് ഡയറക്ഷനുമാണ്. ഡയറക്ഷനെയാണ് നമ്മൾ കാർഡിനൽ ഡയറക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കാർഡിനൽ ഡയറക്ഷൻസ്. ഇവ കൂടാതെ ഈ 4 ഡയറക്ഷൻസ് ഇടയിൽ വേറെ 4 ഡയറക്ഷൻസും കൂടി ഉണ്ട്. അവയെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ നോർത്ത്, വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിലായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻ ഉണ്ട്, നോർത്ത് വെസ്റ്റ്. ഓക്കെ, നോർത്തിനും വെസ്റ്റിനും ഇടയിലായിട്ട് നോർത്ത് വെസ്റ്റ്. ഇനി നോർത്തിനും ഈസ്റ്റിനും ഇടയിലായിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻ ആണ് നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ്. ദെൻ സൗത്തിനും ഈസ്റ്റിനും ഇടയിലായിട്ട് സൗത്ത് ഈസ്റ്റ്. ഓക്കെ, സൗത്ത് ഈസ്റ്റ്. ദെൻ സൗത്തിനും വെസ്റ്റിനും ഇടയിലായിട്ട് സൗത്ത് വെസ്റ്റ്. ഓക്കെ, അങ്ങനെ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, അങ്ങനെ 4 ഇന്റർമീഡിയറ്റ് ഡയറക്ഷനും നമുക്കുണ്ട്. ഓക്കെ, സോ ഈ ഡയറക്ഷൻസ് ഉപയോഗിച്ച് ഒരു സ്ഥലം മറ്റൊരു സ്ഥലത്തിന്റെ ഏത് ദിശയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏതൊക്കെ ഡയറക്ഷൻസ് നമുക്ക് മാപ്പിൽ കാണാം? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ദെൻ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. ഓക്കെ, സോ ഈ ഡയറക്ഷൻസ് ഉപയോഗിച്ച് ഒരു സ്ഥലം മറ്റൊരു സ്ഥലത്തിന്റെ ഏത് ദിശയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ വീടിന്റെ നോർത്ത് ഭാഗത്താണെങ്കിൽ വീട് സ്കൂളിന്റെ ഏത് ഭാഗത്തായിരിക്കുമെന്ന് പറയാമോ? ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ വീടിന്റെ നോർത്ത് ഭാഗത്ത്, അത് വടക്ക്. ഓക്കെ, വടക്ക് ഭാഗത്താണെങ്കിൽ നിങ്ങളുടെ വീട് സ്കൂളിന്റെ ഏത് ഭാഗത്തായിരിക്കും? തെക്ക് ഭാഗത്തായിരിക്കും, അല്ലെ? അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തായിരിക്കും, അല്ലെ? അപ്പോൾ ഒരു മാപ്പിലെ പ്രധാന ഡയറക്ഷൻസ് ആണ് നോർത്ത് അല്ലെങ്കിൽ വടക്ക്, ദെൻ ഈസ്റ്റ് കിഴക്ക്, സൗത്ത് തെക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്. ഓക്കെ, ദെൻ ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ്, നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക്, സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്ക്, ദെൻ സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ്. ഓക്കെ, അപ്പോൾ
ഈ ഡയറക്ഷൻസ് ഉപയോഗിച്ച് ഒരു സ്ഥലം മറ്റൊരു സ്ഥലത്തിന്റെ ഏത് ദിശയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മാപ്പിന്റെ മൂന്നാമത്തെ പ്രധാന ഘടകമായ സിംബൽസ് അഥവാ ചിഹ്നങ്ങൾ നോക്കാം. Symbols are simple signs used to represent different features on a map. അതായത് ഒരു മാപ്പിൽ വിവിധ സ്ഥലങ്ങളെയും സവിശേഷതകളെയും കാണിക്കാൻ പ്രത്യേക ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവയാണ് സിംബൽസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റ് മാപ്പ് വരയ്ക്കാൻ പോവുകയാണെന്ന് കരുതുക. ഓക്കെ, ഒരു ജില്ലയുടെ മാപ്പ്. ആ ജില്ലയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഹോസ്പിറ്റൽസ്, സ്കൂൾ, റെയിൽവേ സ്റ്റേഷൻ, റിവേഴ്സ്, ടെമ്പിൾസ് എന്നിവയെല്ലാം അതേപോലെ തന്നെ നമുക്ക് മാപ്പിൽ വരയ്ക്കാൻ കഴിയുമോ? ഇല്ല. അതിനുള്ള സ്പേസ് നമ്മുടെ മാപ്പിൽ കാണില്ല, അല്ലേ? സോ അതുകൊണ്ടാണ് വിവിധ സ്ഥലങ്ങളെയും സവിശേഷതകളെയും കാണിക്കാൻ പ്രത്യേക സിംബൽസ് അഥവാ ചിഹ്നങ്ങൾ നമ്മൾ മാപ്പിൽ ഉപയോഗിക്കുന്നത്. ഈ ചിഹ്നങ്ങൾ നോക്കിയാൽ ആ സ്ഥലത്ത് എന്താണുള്ളതെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മാപ്പിന്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഫസ്റ്റിലെ ഈ സിംബൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെതാണ്. അങ്ങനെ ഹോസ്പിറ്റൽ, സ്കൂൾ, ടെമ്പിൾ, റെയിൽവേ സ്റ്റേഷൻ, പോർട്ട്, എയർപോർട്ട് തുടങ്ങിയവയുടെ ചിഹ്നങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്, അല്ലേ? ഇനി ഈ മാപ്പിലേക്ക് നോക്കിക്കേ. ഉദാഹരണത്തിന് ടെമ്പിളിന്റെ ചിഹ്നം മാപ്പിൽ ചില സ്ഥലങ്ങളിൽ കാണാം. ഇവിടെയൊക്കെയാണ് ടെമ്പിളിന്റെ ചിഹ്നം. ഇതാണ് ടെമ്പിളിന്റെ ചിഹ്നം. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെയും കാണിച്ചിട്ടുണ്ട്, ഇവിടെയും ഉണ്ട്, അല്ലേ? അതുപോലെ സ്കൂളിന്റെ ചിഹ്നം നോക്കിക്കേ. സ്കൂളിന്റെ ചിഹ്നമാണിത്. ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ്? റെയിൽവേ സ്റ്റേഷന്റെ ചിഹ്നം ഇതാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഒരു മാപ്പിലെ ഈ സിംബലുകൾ നോക്കിയാൽ ആ സ്ഥലത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്ന് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. അതാണ് മാപ്പ് സിംബൽസിന്റെ പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് കമ്പോണൻസ് ഓഫ് എ മാപ്പ് എന്ന ടോപ്പിക്കാണ്. ഒരു മാപ്പിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കിയത്. അവയാണ് ഡിസ്റ്റൻസ്, ഡയറക്ഷൻ, സിംബൽസ്. ഈ 3 ഘടകങ്ങളും ഉപയോഗിച്ചാണ് ഒരു മാപ്പ് ശരിയായി വായിക്കാനും മനസ്സിലാക്കാനും. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും അമർത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.